2025 ജനുവരി മാസം 2 രാവിലെ 9:30 ഛത്തീസ്ഗഡിലെ ബസ്കർ ജില്ലയിൽ താമസിക്കുന്ന ചന്ദ്രാകർ കുടുംബത്തിലെ മൂത്ത മകനായ യുകേഷ് തന്റെ ഇളയ സഹോദരൻ മുകേഷ് ചന്ദ്രകറിനെ വിളിച്ചപ്പോൾ മുകേഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സാധാരണ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകാറ് പതിവാണ്. കാരണം പത്രപ്രവർത്തകനായ മുകേഷ് പലപ്പോഴും റിപ്പോർട്ടിംഗ് സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ ബസ്തറിൽ ഒരുപാട് വനങ്ങളുണ്ട്. ആ പ്രദേശത്താണെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കും ലഭിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ മുകേഷ് ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം എന്നായിരുന്നു യുകേഷ് ആദ്യം കരുതിയത്. അതുകൊണ്ട് ഇതത്ര കാര്യമാക്കിയില്ല. എങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞു. അര ദിവസം കഴിഞ്ഞിട്ടും മുകേഷിന്റെ ഫോൺ ഓൺ ആവുകയോ വീട്ടിലേക്ക് മടങ്ങുകയോ ചെയ്യാതായപ്പോൾ എന്തോ ഒരു ഭയം മനസ്സിൽ വരാൻ തുടങ്ങി. അവർ താമസിക്കുന്ന ആ ബസ്തർ എന്ന സ്ഥലം നക്സലൈറ്റ് ബാധിത ജില്ലയായിരുന്നു. അവിടെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇതായിരുന്നു യുകേഷിന്റെ ഭയം. അതിനാൽ അറിയാവുന്ന എല്ലാവരെയും വിളിച്ച് മുകേഷിനെ കുറിച്ച് അന്വേഷിച്ചു. മുകേഷ് ഒരു പത്രപ്രവർത്തകനായതിനാൽ ബസ്തറിൽ അയാൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും അയാൾ എവിടെയും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ മുകേഷ് എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ലായിരുന്നു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ യുകേഷ് രാത്രി 8 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. മുകേഷിനെ കാണാനില്ല എന്ന്. പോലീസ് സംഘം മുകേഷിനെ വിവിധ സ്ഥലങ്ങളിൽ തിരയാൻ തുടങ്ങി. ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് മുകേഷിന്റെ അവസാന ഗൂഗിൾ ലൊക്കേഷൻ ബീജാപൂർ നഗരിലെ ചാത്തൻപാറ ബസ്തിയിലെ ഒരു ഫാം ഹൗസിന് സമീപമാണ് കാണിച്ചത്. രാത്രി ഏറെ വൈകി അവിടെ എത്തിയ യുകേഷും പോലീസ് സംഘവും ആ ഫാം ഹൗസിലെ ഓരോ മുറിയിലും തിരച്ചിൽ നടത്തി. പക്ഷെ മുകേഷിനെ അവിടെ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോ യുകേഷിന്റെ ഹൃദയത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥത നിയന്ത്രണാതീതമായപ്പോൾ മുകേഷിന്റെ യൂട്യൂബ് ചാനലായ ബസ്തർ ജംഗ്ഷനിൽ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നു. मेरे भाई ने यहाँ पर बहुत लोगों की मदद की. आप प्लीज प्लीज मैं आप सभी से एक निवेदन कर. ആ ലൈവിന് താഴെ യുകേഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും മുകേഷിനെ ഞങ്ങൾ തിരയാം എന്ന രീതിയിലും ഒരുപാട് കമന്റുകൾ വരാൻ തുടങ്ങി. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. പക്ഷേ അപ്പോഴും യുകേഷിന്റെ മനസ്സിൽ വന്നു പോയത് ആ ഫാം ഹൗസ് ആയിരുന്നു. കാരണം മുകേഷിന്റെ അവസാന ലൊക്കേഷൻ അവിടെയായിരുന്നു കാണിച്ചത്. അങ്ങനെ പകൽ സമയത്ത് വീണ്ടും അതേ ഫാം ഹൗസിൽ പരിശോധിക്കാൻ പോലീസിൽ ഒരു സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ ഒരു സംഘം പത്രപ്രവർത്തകരും പോലീസ് സംഘവും അതേ ഫാം ഹൗസിൽ രാവിലെ വീണ്ടും എത്തി. അന്വേഷണം ആരംഭിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ കണ്ണുകൾക്ക് അദൃശ്യമായ എന്തോ ഒന്ന് പകൽ വെളിച്ചത്തിൽ എല്ലാവരും കണ്ടു. രാത്രിയുടെ ഇരുട്ടിൽ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ടത് ആ ഫാം ഹൗസിലെ സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു. അത് മലിനജലം ശുദ്ധീകരിക്കാൻ നിർമ്മിച്ച ഒരു ഭൂഗർഭ ജലസംഭരണി ആയതിനാൽ അതിന് മുകളിൽ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. പക്ഷെ അവരപ്പോ ആ ഫാം ഹൗസിൽ പോയപ്പോൾ ആ സ്ലാബിന് മുകളിൽ പുതിയ സിമന്റ് കൊണ്ട് പൂശിയിരിക്കുന്നത് പോലെ തോന്നി. ഇപ്പൊ സംശയം തോന്നിയ യുകേഷ് മാധ്യമ പ്രവർത്തകരും സ്ലാബ് പൊട്ടിക്കാൻ പോലീസുകാരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ സ്ലാബ് പൊട്ടിച്ച് സെപ്റ്റിക് ടാങ്ക് തുറന്നപ്പോൾ അകത്ത് കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. മുകേഷ് ചന്ദ്രകറിന്റെ മൃതദേഹം ആ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ കിടക്കുന്ന ദൃശ്യം കണ്ട് എല്ലാവരും ഞെട്ടി. തന്റെ 12 വർഷത്തെ കരിയറിൽ ഇത്തരം ഒരു സംഭവം താൻ കണ്ടിട്ടേ ഇല്ല എന്ന് മുകേഷിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു. മുകേഷിന്റെ ശരീരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനാൽ വീർപ്പ് മുട്ടിയിരുന്നു. തലയിൽ മാത്രം ആഴത്തിലുള്ള 15 മുറിവുകൾ ഉണ്ടായിരുന്നു. കരൾ 4 കഷ്ണങ്ങളാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഹൃദയം പറിച്ചെടുക്കപ്പെട്ട നിലയിൽ. കഴുത്ത് ഒടിഞ്ഞു തൂങ്ങുകയായിരുന്നു. ഇതുകൂടാതെ 5 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നു. ഇതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകൻ നക്സലൈറ്റ് ബാധിത പ്രദേശത്ത് മരണപ്പെട്ടു. ഇതൊരു സാധാരണമാണെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിലും ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ യഥാർത്ഥ സത്യവും അതിന് പിന്നിലെ കാരണവും അതിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും ഇരുണ്ട രഹസ്യങ്ങളും നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ രക്തം പോലും തിളച്ചു പോകും. മാത്രമല്ല സത്യത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഇത്തരം പരിണിത ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ദുഃഖവും ആശങ്കയും ഒരു പക്ഷെ നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു സംഭവം കേട്ടവസാനിക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നിയേക്കാം. സത്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ സിനിമകളിൽ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നതാണ്. അതും ഈ അടുത്ത്. അങ്ങനെ മുകേഷ് ചന്ദ്രകറിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അയാളുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബിജാപൂർ ജില്ലയിലെ ബസഗുഡ ഗ്രാമത്തിൽ ജനിച്ച മുകേഷിന്റെ ജീവിതം ചെറുപ്പം മുതലേ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. കാരണം
അവന് വെറും 2 വയസ്സുള്ളപ്പോഴായിരുന്നു അവന്റെ അച്ഛൻ മരിച്ചത്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മോശമാകാൻ തുടങ്ങി. പാല് വാങ്ങാൻ പോലും അവരുടെ പക്കൽ പണമില്ലായിരുന്നു. അങ്ങനെ മുകേഷിന്റെ അമ്മ അങ്കണവാടിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത്രയും ചെറിയ വരുമാനം കൊണ്ട് 2 കുട്ടികളെയും വളർത്തുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും എങ്ങനെയൊക്കെയോ ആ അമ്മ സ്വന്തം ആഗ്രഹങ്ങളെ കൊന്നൊടുക്കി 2 മക്കളെയും നന്നായി പഠിപ്പിച്ചു. ആ ഒരു പ്രദേശത്ത് നക്സലിസം വളരെ വ്യാപകമായിരുന്നു. ഒരു ദിവസം യുകേഷും അവന്റെ സുഹൃത്തുക്കളും പോലീസ് സേനയിൽ ചേരുന്നു എന്ന വാർത്ത പടർന്നപ്പോൾ നക്സലൈറ്റുകൾ ഇരുവരെയും കൂട്ടി അവരുടെ ജം അദാലത്തിലേക്ക് കൊണ്ടുപോയി. സാധാരണ പോലീസുമായി ഏതെങ്കിലും ബന്ധമുള്ളവരെ അവർ കൊണ്ടുപോയി തല്ലുകയോ കൊല്ലുകയോ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഭയന്നുപോയ യുകേഷിന്റെ അമ്മ നേരിട്ട് ഈ നക്സലൈറ്റുകളുടെ അടുത്തേക്ക് ചെന്ന് 2 മക്കളുടെയും ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നു. അത്തരം ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ ജീവൻ സുരക്ഷയോടുകൂടി തിരികെ കൊണ്ടുവന്നു. എന്നാൽ ഈ ഛത്തീസ്ഗഡിലെ നക്സലൈറ്റുകളുടെ ഭീകരത തടയാൻ അവിടത്തെ സംസ്ഥാന സർക്കാർ പ്രാദേശിക ജനങ്ങളുടെ പിന്തുണയോടെ സൽവാ ജുദൂം എന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ഇതും ഒരു അഴിമതിക്കാരായി മാറി. 2005-ൽ നക്സലൈറ്റുകൾക്കൊപ്പം ചേർന്ന് സൽവാ ജുദൂമും അഴിമതി നടത്തി. ഒരു ഘട്ടത്തിൽ ഈ സൽവാ ജുദൂമിന്റെ സമ്മേളനത്തിൽ പോയവരെ നക്സലൈറ്റുകൾ ലക്ഷ്യം വച്ചിരുന്നു. ആ യോഗത്തിൽ പോകാൻ വിസമ്മതിച്ചവരെ സൽവാ ജുദൂം അംഗങ്ങൾ മർദ്ദിക്കുകയും ചെയ്തു. നക്സലൈറ്റുകൾ അവരുടെ ആ ഗ്രാമം തന്നെ നശിപ്പിച്ചു. ഇപ്പോൾ ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മുകേഷിന്റെ കുടുംബം ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്ന് ജീവിക്കാൻ തുടങ്ങി. അവിടെ അവരുടെ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. എന്തായാലും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഒട്ടും തന്നെ കുറവുണ്ടായില്ല. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ചു. തുടർന്ന് യുകേഷ് ഒരു ഗ്യാരേജിൽ മെക്കാനിക്കായി ജോലി ചെയ്യാൻ തുടങ്ങി. മറുവശത്ത് പലരുടെയും പത്രപ്രവർത്തന ജീവിതം കണ്ടു വളർന്ന മുകേഷിന് ഫ്രീലാൻസ് ജേർണലിസത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. മുകേഷ് പ്രാദേശിക വാർത്താ സമ്മേളനങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സഹാറ ന്യൂസ് 18, NDTV ഇങ്ങനെ വമ്പൻ ചാനലുകളിൽ ഫ്രീലാൻസ് ജേർണലിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. മുകേഷിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ കണ്ടിരുന്നു. ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിച്ചു. ഇതെല്ലാം അവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റി. തന്റെ റിപ്പോർട്ടിങ്ങിലെ സത്യം കാണിക്കാൻ ഏത് പരിധിവരെയും പോകാൻ മുകേഷ് തയ്യാറായിരുന്നു. അതിന് ബസ്തർ ജില്ലയിലെ മോശമായ സാഹചര്യങ്ങൾ പോലും മുകേഷ് കണക്കിലെടുത്തതേയില്ല. ഒരിക്കൽ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം മുകേഷ് ചെയ്തു. 2021-ൽ നക്സലൈറ്റുകൾ കോബ്ര കമാൻഡോ രാകേഷ് വർസിംഗ് മൻഹജിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഉടൻ തന്നെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ഈ നക്സലൈറ്റുകളുടെ പ്രദേശത്തേക്ക് ചെല്ലാൻ അവിടെയുള്ള അധികാരികളോ പോലീസിൽ നിന്നോ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മുകേഷാണ് തന്റെ ജീവിതം പണയം വെച്ച് ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നക്സലൈറ്റുകളുടെ ഇടയിലേക്ക് പോയി. അവിടെ പോയി കമാൻഡറുടെ ജീവിതം രക്ഷിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഈ അചഞ്ചലമായ ധൈര്യം അവന്റെ അമ്മയുടെ പക്കൽ നിന്നും ലഭിച്ചതാണ്. പാരമ്പര്യമായി തന്നെ ലഭിച്ചതായിരുന്നു അത്. അങ്ങനെ എല്ലായ്പ്പോഴും ആളുകളെ സഹായിക്കാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അവൻ തയ്യാറായിരുന്നു. കാലക്രമേണ ബസ്തർ ജില്ലയിലെ ജനങ്ങൾക്കിടയിൽ ഈ റിപ്പോർട്ടർമാർക്കിടയിലും മുകേഷിന്റെ പേര് വളരാൻ തുടങ്ങി. പക്ഷേ മുകേഷിന്റെ ജീവിത ലക്ഷ്യം അപ്പോഴും മറ്റെന്തൊക്കെയോ ആയിരുന്നു. തന്റെ ജില്ലയിൽ വ്യാപിച്ച അഴിമതിയും പ്രശ്നങ്ങളും ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ബസ്തർ ജംഗ്ഷൻ എന്ന പേരിൽ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. തനിക്ക് പറയേണ്ടതെല്ലാം യൂട്യൂബ് ചാനലിലൂടെ അയാൾ പറയാൻ തുടങ്ങി. രാജ്യത്തിന്റെ വ്യവസ്ഥയുടെയും അഴിമതിയുടെയും അടിത്തറ ഇളക്കാൻ തുടങ്ങി. ഇതുകൂടാതെ അവിടെയുള്ള ജീർണിച്ച സ്കൂളുകളുടെ യഥാർത്ഥ ചിത്രവും മുകേഷ് ക്യാമറയിൽ പകർത്തി തന്റെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവന്നു. ഇങ്ങനെ നിർഭയമായി തന്നെ സത്യം പുറത്തു കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങി. പല അഴിച്ചുപണികൾ അവിടെ നടന്നു. റോഡ് പണികളും സ്കൂൾ പണികളും ഒക്കെ തുടങ്ങി. ഇതൊക്കെ കൊണ്ട് ഈ വ്യവസ്ഥിതിയിൽ ജീവിച്ചു പോകുന്ന അഴിമതിക്കാർക്ക് ഒരുപാട് നഷ്ടം വന്നു തുടങ്ങി. പിന്നെ പറയേണ്ടതില്ലല്ലോ, മുകേഷിന് ദിവസവും ഭീഷണി കോളുകൾ വന്നു. പക്ഷെ അയാൾക്കതൊന്നും ബാധിച്ചതേയില്ല. അവൻ വീണ്ടും വീണ്ടും സത്യം തുറന്നു കാണിച്ചുകൊണ്ടേയിരുന്നു തൻ്റെതായ ശൈലിയിൽ. പക്ഷേ ഈ സത്യത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നതിലൂടെ സിസ്റ്റത്തിലുള്ള ഒരു പാമ്പിന്റെ മാളത്തിലേക്കാണ് താൻ പ്രവേശിക്കാൻ പോവുകയാണെന്ന് മുകേഷിന് അറിയില്ലായിരുന്നു. 2024 ഡിസംബർ മാസം 25 ഛത്തീസ്ഗഡിലെ റോഡ് നിർമ്മാണ പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് മുകേഷ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. കൂടാതെ NDTV ചാനലിന് വേണ്ടി ഒരു സഹ റിപ്പോർട്ടർ നിലേഷുമായി ചേർന്ന് ഈ പദ്ധതി തുറന്നു കാട്ടാനും അയാൾ തീരുമാനിച്ചു. ഈ റിപ്പോർട്ടിൽ ഒരുപാട് സത്യങ്ങൾ അയാൾ കണ്ടെത്തി. റോഡ് നിർമ്മാണത്തിൽ ഒരുപാട് കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു. ബീജാപൂർ മുതൽ കാംഗ്ലൂർ വരെ നിർമ്മിക്കുന്ന 52 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ ബജറ്റ് 56 കോടി രൂപയായിരുന്നു. പക്ഷെ കരാറുകാർ ഇതിനെ 120 കോടി രൂപയാക്കി ഉയർത്തി. മാത്രമല്ല റോഡ് നിർമ്മിച്ചെങ്കിലും
അവിടെ 35 കുഴികളുണ്ടായിരുന്നു. അത് നികത്തിയിട്ടേ ഇല്ല. റോഡിന്റെ പണി പൂർണ്ണമായും തീർന്നിട്ടുമില്ല. ഇങ്ങനെ പല സത്യങ്ങൾ ഇതിലൂടെ അയാൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി. ഇത് വെറും റിപ്പോർട്ടായി മാത്രം അവസാനിക്കാൻ പാടില്ല എന്നയാൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ പ്രചരണം ആ നാട്ടിൽ വലിയ സ്വാധീനം ചെലുത്തി. അങ്ങനെ ഈ റിപ്പോർട്ട് പരസ്യമായ ഉടൻ ഛത്തീസ്ഗഡ് സർക്കാർ ഒരു അന്വേഷണ സമിതിക്ക് രൂപം നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 52 കിലോമീറ്റർ റോഡ് പദ്ധതിയുടെ കരാറുകാരൻ മറ്റാരുമല്ല, മുകേഷ് ചന്ദ്രകറിന്റെ തന്നെ ഒരു ബന്ധുവായ സുരേഷ് ചന്ദ്രകർ ആയിരുന്നു. ഈ സുരേഷ് ചന്ദ്രകർ ആരാണെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ഒരു പോലീസുകാരന്റെ വീട്ടിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ. എന്നാൽ പിന്നീട് അയാൾ ജുഗാദ് വാട്ടറിങ്ങിലൂടെ കോൺട്രാക്ടറായി മാറി കോടികളുടെ തട്ടിപ്പ് നടത്താൻ തുടങ്ങി. പല രീതിയിൽ അഴിമതി നടത്തി സമ്പന്നനാകാൻ തുടങ്ങി. 2021 അയാൾ വിവാഹം കഴിച്ചത്. വിവാഹത്തിന് മാത്രം 10 കോടിയിലധികം രൂപയായിരുന്നു ചിലവഴിച്ചത്. ഒരുപാട് സെലിബ്രിറ്റീസ്, രാഷ്ട്രീയ പ്രവർത്തകർ, BMW, ഹെലികോപ്റ്റർ, ഇങ്ങനെ അതൊരു ആഡംബരമായ വിവാഹമായിരുന്നു. ഇയാൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ റോഡ് നിർമ്മാണ ടെൻഡർ ഇയാൾക്ക് ലഭിക്കുന്നത്. പക്ഷേ മുകേഷിലൂടെ സുരേഷിന്റെ ഈ റോഡ് നിർമ്മാണ തട്ടിപ്പെല്ലാം ലോകമറിയുന്നു. കാരണം ഏകദേശം 120 കോടിയിലേറെയുണ്ട് തുക. ഈ സമയത്ത് സുരേഷിന് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. മുകേഷിനോട് സംസാരിച്ചൊക്കെ നോക്കി, പക്ഷെ യാതൊരു ഫലവുമില്ല. പിന്നീട് തന്റെ നല്ല ഇമേജ് പുറത്തു കൊണ്ടുവരാനായി, അതായത് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനായി പത്രത്തിൽ സ്വയം പ്രശംസിച്ചുകൊണ്ട് ഒരു ലേഖനം പോലും അയാൾ ഇറക്കി. പക്ഷെ ഇത്തവണ അയാളുടെ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. കാരണം മുകേഷ് ഇതിനകം അയാളുടെ നുണകളെല്ലാം തുറന്നു കാട്ടിയിരുന്നു. ഇത് സുരേഷിന് മുകേഷിനോട് വല്ലാത്ത വെറുപ്പിനും വിദ്വേഷത്തിനും പകയ്ക്കും കാരണമായി. അങ്ങനെ 2024 ഡിസംബർ മാസം 31 സുരേഷ് തന്റെ 2 സഹോദരന്മാരായ ദിനേശ്, റുതേഷ് എന്നിവരോടൊപ്പം പുതുവത്സരം ആഘോഷിക്കാനെന്ന വ്യാജേന മുകേഷിനെ ഫാം ഹൗസിലേക്ക് വിളിച്ചു കൊല്ലാനായി ഒരു ഗൂഢാലോചന നടത്തി. അങ്ങനെ അന്നത്തെ ദിവസം റിതേഷ് മുകേഷിനെ ഫാം ഹൗസിലേക്ക് വിളിച്ചു. പക്ഷെ അന്ന് മുകേഷിന് ജോലി തിരക്കുണ്ടായിരുന്നത് കാരണം അയാൾ പോയില്ല. എന്നാൽ അടുത്ത ദിവസം, അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുകേഷ് സുരേഷിന്റെ ഫാം ഹൗസിലേക്ക് വരുന്നു. അടുത്തടുത്ത സെക്കൻഡിൽ തനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പാവ മുകേഷിന് അപ്പോൾ അറിയില്ലായിരുന്നു. അവർ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുകേഷിന്റെ തലയിൽ ഇരുമ്പ് വടി കൊണ്ട് അടിക്കാൻ തുടങ്ങി. ആദ്യത്തെ അടിയിൽ തന്നെ മുകേഷിന്റെ കൈ ഒടിഞ്ഞു. 15 തവണ ഇരുമ്പ് ദണ്ടുകൊണ്ട് ആക്രമിച്ചു, അതും വളരെ വളരെ ക്രൂരമായ രീതിയിൽ. തുടർന്ന് സുരേഷിന്റെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഡെഡ് ബോഡി ഇട്ടു. മുകളിലുള്ള സ്ലാബ് സിമന്റ് കൊണ്ട് മൂടി. മണം പുറത്തേക്ക് വരില്ല എന്നും ആർക്കും അവന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിക്കില്ല എന്നും അവൻ വിശ്വസിച്ചു. മുകേഷിനെ കാണാതാകുമ്പോൾ തീർച്ചയായും പോലീസ് സുരേഷിനെ തന്നെ ആയിരിക്കും സംശയിക്കുക. തന്നെ തിരഞ്ഞു വരുമെന്നും അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ ആസൂത്രണം ചെയ്ത് തന്റെ കൂടെ പങ്കാളിയായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ഓരോ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സുഹൃത്തിനെ കാണണം എന്ന വ്യാജേന സുരേഷ് സമർത്ഥമായി ഹൈദരാബാദിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ സഹോദരനെ കാണാതായപ്പോൾ, സഹോദരന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നപ്പോൾ ഭയന്നു പോയ യുകേഷ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അവസാനം ഫാം ഹൗസിലെത്തി മുകേഷിന്റെ ശരീരം കണ്ടെടുക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴായിരുന്നു അതെല്ലാവരെയും വളരെയേറെ ദുഃഖിപ്പിച്ചതും ദേഷ്യത്തിലാഴ്ത്തിയതും. അദ്ദേഹത്തിന്റെ തലയിൽ മാത്രം ആഴത്തിലുള്ള 15 മുറിവുകൾ ഉണ്ടായിരുന്നു. കരൾ 4 കഷ്ണങ്ങളാക്കപ്പെട്ട നിലയിലായിരുന്നു. ഹൃദയം പറിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു. ഇതുകൂടാതെ 5 വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പോലും ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പോലീസ് ഉടൻ തന്നെ സുരേഷിനും സംഘത്തിനുമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു. ജനുവരി മാസം 3-ാം തീയതി സുരേഷിനെ ഈ കൊലപാതകം ചെയ്യാൻ സഹായിച്ചവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ സുരേഷ് അപ്പോഴും ഒളിവിലായിരുന്നു. അയാളെ പിടികൂടാൻ 200 CCTV ദൃശ്യങ്ങളും 300 നമ്പറുകളും പരിശോധിച്ചു. അതിനുശേഷം ഹൈദരാബാദിലെ ഒരു ഡ്രൈവറുടെ വീട്ടിൽ ഒളിവിലായിരുന്ന സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ഇവർക്കെതിരെയുള്ള തെളിവുകളോ സാക്ഷികളോ ആരും തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴും അവശേഷിച്ചിരുന്നു. മുകേഷ് ചന്ദ്രകർ കൊല്ലപ്പെട്ട ഫാം ഹൗസിൽ തൊഴിലാളികൾക്ക് താമസിക്കാൻ പ്രത്യേക മുറികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടന്ന സമയം പണിക്കാർ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകണമല്ലോ, ശബ്ദമെങ്കിലും കേട്ടിരിക്കണമല്ലോ. രണ്ടാമതായി മുകേഷിന്റെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിലിട്ട് സ്ലാബിട്ട് മൂടുന്നത് വരെയും ഇതൊന്നും ആരും കണ്ടില്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്നു വന്നു. സത്യം പറഞ്ഞാൽ പണവും ഭയവും കാരണം വായടപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്ത ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കും? അത് സമയത്തിന് മാത്രമേ പറയാൻ സാധിക്കൂ. നിർഭാഗ്യവശാൽ
സുരേഷിന്റെ പക്കലുള്ള പണമായിരിക്കും അയാളുടെ വിധി തീരുമാനിക്കുന്നത്. മുകേഷ് ചന്ദ്രക്കർ എന്ന നീതിമാനായ ഒരു വ്യക്തിയെ, ഒരു പത്രപ്രവർത്തകനെ കൊന്ന കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം. സത്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിയായി ഈ പത്രപ്രവർത്തകൻ തൂലികയിലൂടെയും തന്റെ ശബ്ദത്തിലൂടെയും നിയമവ്യവസ്ഥയുടെ പോരായ്മകൾ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ ആഗ്രഹിച്ചു. പക്ഷേ അതേ സംവിധാനം തന്നെ അത്തരമൊരു അന്ത്യത്തിലേക്ക് അയാളെ നയിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ സത്യത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ഒരല്പം ഭയന്നു പോകും. ഒരു വശത്ത് മുകേഷ് സത്യസന്ധമായി അധ്വാനിച്ച് 2 നേരം ഭക്ഷണം കഴിക്കാനായി കഷ്ടപ്പെട്ടു. മറുവശത്ത് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിയ സുരേഷ് ചന്ദ്രക്കർ തന്റെ ആഡംബരങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഒരു വശത്ത് മുകേഷ് തന്റെ സമൂഹത്തിനും സത്യത്തിനും വേണ്ടി ഓരോ ദിവസവും പോരാടിക്കൊണ്ടിരുന്നു. മറുവശത്ത് സുരേഷ് തന്റെ സമ്പത്തും വഞ്ചനാപരമായ തന്ത്രങ്ങളും ഉപയോഗിച്ച് സ്വയം ഒരു സാമൂഹിക സേവകനാണെന്ന് നടിച്ചുകൊണ്ടിരുന്നു. എന്തിന് ഈ കേസെല്ലാം വന്നു? മുകേഷിനെ കൊന്നത് സുരേഷാണ് എന്ന് എല്ലാവർക്കും അറിയാം. അയാളെ അറസ്റ്റ് ചെയ്തു, പക്ഷെ ശിക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിന് ശേഷവും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പല പത്രങ്ങളിൽ സുരേഷിനെ കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ലേഖനങ്ങൾ അച്ചടിച്ചു വരാൻ തുടങ്ങി. ഛത്തീസ്ഗഡിലെ വളർന്നു വരുന്ന ഒരു താരത്തിനെ കുറിച്ചുള്ള കഥ. ഈ കഥയൊന്നും മുകേഷിനെ കുറിച്ചല്ലായിരുന്നു, അഴിമതിക്കാരനും അത്യാഗ്രഹിയുമായ സുരേഷ് ചന്ദ്രക്കറിനെ കുറിച്ചായിരുന്നു അത്. ആ ലേഖനത്തിന്റെ ഓരോ വാക്കുകളും സുരേഷിനെ പുകഴ്ത്തുന്ന രീതിയിലായിരുന്നു. അവൻ എങ്ങനെ വെല്ലുവിളികൾ നേരിട്ടു, എങ്ങനെ ആ ഫീൽഡിൽ സംഭാവന ചെയ്തു, എങ്ങനെ ഒരു പ്രചോദനമായി, ഇങ്ങനെയൊക്കെയായിരുന്നു എഴുതിയിരുന്നത്. മാധ്യമ ലോകത്തു നിന്ന് വന്ന മുകേഷിനെ കൊലപ്പെടുത്തിയ അതേ മാധ്യമ ലോകം തന്നെയാണ് ഇപ്പോൾ മുകേഷിനെ കൊന്ന കൊലയാളിയെക്കുറിച്ച് ഇത്രയേറെ പുകഴ്ത്തി എഴുതിയിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇന്നും മുകേഷ് ജീവിക്കുന്നു. ഇനി ഇതുപോലെ എത്ര പേരെയായിരിക്കും സത്യസന്ധത പോലും ഇല്ലാതെ സെപ്റ്റി ടാങ്കിനുള്ളിൽ കുഴിച്ചിട്ടുണ്ടാവുക? സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്തായാലും ശബ്ദത്തിലൂടെയും ചിന്തയിലൂടെയും ഒരു വലിയ മാറ്റം ജനങ്ങളിൽ എത്തുമെന്ന് മുകേഷ് തെളിയിച്ചു. കാരണം മൗനം പാലിച്ചാൽ ഒന്നും ഇവിടെ മാറാൻ പോകുന്നേയില്ല. ഒരു സിനിമാ കഥ പോലെ തോന്നിപ്പിക്കുന്ന മുകേഷ് ചന്ദ്രക്കറിന്റെ ഈ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അയാളുടെ മരണത്തിന് അയാൾക്ക് നീതി ലഭിക്കുമോ? ഈ പറയുന്നവർക്ക് നിയമം ശരിയായ ശിക്ഷ നൽകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.